ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാം രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് സെം സ്റ്റുഡൻസിന്റെ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 6 തൊട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ലേറ്റ് ഫീസ് ഇല്ലാണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന അവസാന തീയതി ഫെബ്രുവരി 17 ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ആദ്യം പോകേണ്ടത്. അപ്പോൾ SGOU എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ലേണേഴ്സ് പോർട്ടലിൽ നിന്നുള്ള ഈ ഒരു ഇതിലാണ് നമുക്ക് കയറേണ്ടത്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ലേണേഴ്സ് പോർട്ടലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള ആ ഒരു സൈറ്റിലോട്ട്, സ്റ്റുഡന്റ് ലോഗിൻ ആ ഒരു പോർട്ടലിലോട്ട് നിങ്ങൾ റീഡയറക്റ്റ് ആവും. അവിടെ അഡ്മിഷൻ ടൈമിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്ത് നിങ്ങളുടെ തന്നെ പ്രൊഫൈലിലോട്ട് ലോഗിൻ ചെയ്യുക. ഞാനിവിടെ ഒരു സ്റ്റുഡന്റിന്റെ പ്രൊഫൈലിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓരോ നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും. സെമസ്റ്റർ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ. അതിനോടൊപ്പം തന്നെ പുതിയതായിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എക്സാം രജിസ്ട്രേഷൻ ഫോർ ദ ഇന്ന കോഴ്സിന്റെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് BCS സ്റ്റുഡന്റിന്റെ ആയിട്ടാണ് അത് ഓപ്പൺ ആയെന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിന്റെയും പ്രൊഫൈലിൽ മേ ബി ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ വരാത്ത കുട്ടികൾ വെയിറ്റ് ചെയ്യുക. ഒരു 1-2 ദിവസം ആയിട്ടും പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ യൂണിവേഴ്സിറ്റിനെ അത് അറിയിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ഞാൻ ഇത് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇതിന് തൊട്ട് താഴെ കൊടുത്തിട്ടുള്ള ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത സൈറ്റിലോട്ട് റീഡയറക്റ്റ് ആവും. അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മളുടെ ഫസ്റ്റ് സെമ്മിൽ അല്ലെങ്കിൽ ഏത് സെമസ്റ്ററിലെ സ്റ്റുഡന്റ് ആണോ ആ ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ സബ്ജക്ട്സും ഓട്ടോമാറ്റിക്കലി സെലക്ടഡ് ആയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഗ്രീൻ കളറിൽ സെലക്ട് ആയതുകൊണ്ടാണ് ഗ്രീൻ ടിക്ക് വീണിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ തന്നെയാണോ ഈ സബ്ജക്ട്സ് എന്ന് നമ്മൾ ആദ്യം കൺഫേം ചെയ്യണം. തെറ്റ് പറ്റില്ലെങ്കിൽ നമ്മളൊന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റുഡന്റിന് 4 സബ്ജക്ട് വരുന്നുണ്ട്. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. എക്സാമിനേഷൻ ഡേറ്റും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ മാർച്ചിൽ 9, 15, 23 ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലാണ് എക്സാംസ് നടത്തുന്നത്. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യമായിട്ടാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ ഇതിന് നേർക്കുള്ള സെലക്ടിന്റെ അവിടെ ഫസ്റ്റ് എന്ന് സെലക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി സെലക്ടഡ് ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിന്റെ സപ്ലൈ എക്സാം ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ സപ്ലൈ എന്നും, അല്ല ഇംപ്രൂവ്മെന്റ് എക്സാം ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ ഇംപ്രൂവ്മെന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് എക്സാം എഴുതാൻ പോകുന്നവർക്ക് എന്തായാലും ഫസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ചില സ്റ്റുഡൻസ് എല്ലാ സബ്ജക്ട്സിന്റെയും എക്സാംസ് എഴുതുന്നുണ്ടാവില്ല അല്ലെ. അങ്ങനെയുള്ള കുട്ടികൾ അവർ ഏതൊക്കെ എക്സാം ആണ് എഴുതാൻ പ്ലാൻ ചെയ്യുന്നത് അതാത് സബ്ജക്റ്റിന് നേരിട്ടുള്ള ടിക്ക് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഉദാഹരണം ഞാനിപ്പോൾ ഒരു സബ്ജക്ട് എക്സാം മാത്രമേ എഴുതുന്നുള്ളൂ എങ്കിൽ ഫീസ് കണ്ടോ 320 ആയി. അല്ലെങ്കിൽ 2 എണ്ണമാണ് സെലക്ട് ചെയ്തെങ്കിൽ 480 ആയിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റും വേണമെങ്കിലാണ് 800 രൂപ എക്സാം ഫീസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ ആദ്യം വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സേവ് കൊടുക്കാം. സേവ് കൊടുക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എഴുതാൻ പോകുന്നത് എന്നുള്ള കാര്യം സേവ് ആയിട്ടുണ്ട്. ഇനി പതിയെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രിവ്യൂ ആൻഡ് എക്സാം സെന്റർ സെലക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും ഒന്നുകൂടെ അവർ ചോദിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക. അതുപോലെ തന്നെ പ്രൊസീഡ് ടു എക്സാം സെന്റർ സെലക്ഷൻ എന്ന് ഒന്നുകൂടെ നമ്മൾ കൊടുക്കണം. ഓക്കെ, കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാനാണ് വരുന്നത്. ഇതിൽ ഏത് ജില്ലയിലാണ് നമുക്ക് എക്സാം സെന്റർ വേണ്ടതെന്നാണ് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് വേണ്ടത് ട്രിവാൻഡ്രം ആണെങ്കിൽ തിരുവനന്തപുരം നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതിനണ്ടറിലുള്ള സ്റ്റഡി സെന്റേഴ്സ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കൊല്ലമാണ് വേണ്ടതെങ്കിൽ കൊല്ലം സെലക്ട് ചെയ്യാം. അങ്ങനെ ഓരോ ജില്ല സെലക്ട് ചെയ്യുമ്പോഴും ഓരോ സെന്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിന് തൊട്ട് താഴെ തന്നെ സെലക്ട് പ്രിഫേർഡ് ഡിസ്ട്രിക്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മീൻസ് ഇപ്പോൾ ഇൻ കേസ് നമുക്ക് കൊല്ലത്തിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ വേറെ ഏത് ജില്ലയിലാണ് ഇത് എക്സാം സെന്റർ വേണ്ടത് എന്നാണ് അവിടെ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. അൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതാത് സെന്ററിൽ തന്നെ എക്സാം സെന്റർ വേണമെങ്കിൽ അതാത് ജില്ല തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ല ഇപ്പോൾ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഒരു കുട്ടിയാണ്, പക്ഷെ എനിക്ക് ആലപ്പുഴയിൽ കിട്ടിയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ജില്ലയാണെങ്കിലും താഴെ ചൂസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഓരോ ജില്ലയുടെയും എക്സാം സെന്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതാണോ സെന്റർ വേണ്ടത് ആ ഒരു സെന്റർ ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പം എനിക്ക് കൊല്ലത്തെ ഫാത്തിമ മാതാ ആ ഒരു നാഷണൽ കോളേജ് ആണ് വേണ്ടത്. ഞാൻ ആ ഒരു സെന്റർ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ സെന്റർ സെലക്ട് ചെയ്യുമ്പോഴും അതിന് തൊട്ട് താഴെ എത്ര സ്ലോട്ടാണ് അവിടെ ഇപ്പോൾ ബാലൻസ് ഉള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ 318 സീറ്റാണുള്ളത്. ഇനി നമുക്ക് MSN ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കിയാൽ 337 സീറ്റ് ഉണ്ട്. ഇതുപോലെ ഓരോ തവണ നോക്കുമ്പോഴും സീറ്റിന്റെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇഷ്ടമുള്ള ജില്ലയും സെന്ററും ചൂസ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ടു പേയ്മെന്റ് എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ ഫീ കൺസെഷന്റെ സൈറ്റിലോട്ടാണ് റീഡയറക്റ്റ് ആവുന്നത്. എവിടെ ഇപ്പോൾ SC ST അല്ലെങ്കിൽ OEC കാൻഡിഡേറ്റ്സിനൊക്കെ ഫീ റിഡക്ഷൻ കിട്ടുന്നതാണ്. എല്ലാ കുട്ടികൾക്കും കിട്ടില്ല. അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫീ റിഡക്ഷൻ കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ എക്സാം ഫീസിൽ ഇളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റിന് വേറെ ഫീ കൺസെഷൻ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് നോട്ട് എലിജിബിൾ എന്ന് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ കൺഫർമേഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ എഴുതി കാണിക്കും ഇന്ന കോഴ്സാണ് ഇത്ര രൂപയാണ് പേ ചെയ്യേണ്ടതെന്നും ഏത് സെന്റർ ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കും. ഇതൊന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം പേ നൗവിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്.
നമ്മൾ ഫീ ആണ് അടയ്ക്കാനുള്ളത്. ഇവിടെ UPI, നെറ്റ് ബാങ്കിങ്, കാർഡ്സ് ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേയ്മെന്റ് മെത്തേഡ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് അത് വെച്ച് പേയ്മെന്റ് ചെയ്യാം. അല്ല UPI ആണെങ്കിൽ നിങ്ങൾക്ക് UPI ID വെച്ചോ അല്ലെങ്കിൽ QR കോഡ് വെച്ചോ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ മാക്സിമം കാർഡ് പേയ്മെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഞങ്ങളാണെങ്കിൽ ഇന്ന് ഇവിടെ UPI പേയ്മെന്റ് ചെയ്ത സമയത്ത് ഫീ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഫീ അടച്ചതായിട്ട് കാണിച്ചതുമില്ല. അപ്പോൾ നമുക്ക് റീഫണ്ട് കിട്ടാനായിട്ട് മേ ബി നല്ല സമയം എടുക്കും. സോ കാർഡ് പേയ്മെന്റ് ആണ് എപ്പോഴും ഈ സൈറ്റിൽ ചെയ്യാനായിട്ട് സേഫ് ആയിട്ടുള്ളത്. സോ ഞാൻ ഇവിടെ പേയ്മെന്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ ഒരു സ്ലോട്ട് എഴുതി കാണിക്കുന്നതാണ്. സോ പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കൺഗ്രാറ്റുലേഷൻസ് എന്ന് ഇവിടെ എഴുതി കാണിക്കും. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് സെന്റർ എടുത്തു, എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ള കാര്യമൊക്കെ കാണാൻ പറ്റും. ഒരു ഫോം ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണ്. അതുപോലെ തന്നെ ഇവിടെ ചേഞ്ച് യുവർ എക്സാമിനേഷൻ സെന്റർ എന്നുള്ള ഒരു ഓപ്ഷനും കാണാൻ പറ്റുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് എക്സാം സെന്റർ മാറ്റണം എന്ന് തോന്നിയാൽ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് സെന്റർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. പക്ഷെ പേയ്മെന്റ് ചെയ്യുമ്പോൾ UPI പേയ്മെന്റ് അവോയ്ഡ് ചെയ്ത് കാർഡ് പേയ്മെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം ഓക്കെ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് എഗെയിൻ ആ ഡാഷ്ബോർഡിൽ വരിക, നമ്മളുടെ പ്രൊഫൈലിൽ വരിക. എന്നിട്ട് എക്സാം രജിസ്ട്രേഷൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ എക്സാം രജിസ്ട്രേഷൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. ഇവിടെ അവർ കാണിക്കുന്നുണ്ട് സക്സസ് ആണ്. അപ്പോൾ സക്സസ് കാണിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണ്. ഇൻ കേസ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഫീ ഡെബിറ്റ് ആയി, അതുപോലെ തന്നെ ഇവിടെ ഫെയിൽ ആണ് കാണിക്കുന്നതെങ്കിൽ അത് യൂണിവേഴ്സിറ്റിനെ വിളിച്ചറിയിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുള്ളൂ. എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ രജിസ്ട്രേഷന് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിലോ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.